നമസ്കാരം. ഒരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് പൊതുവായിട്ട് വരുന്ന കുറച്ച് സംശയങ്ങൾ, അതുപോലെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ, പലർക്കും വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സംശയങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ കമൻ്റായിട്ടൊക്കെ ചോദിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. ഒന്നാമതായിട്ടുള്ളത്, ഒരു വീട് നിർമ്മാണത്തിന് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. നമ്മളിതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. എങ്കിലും പൊതുവേ അതിനെ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു സ്ഥലം വേണം, ഒരു പ്ലോട്ട് വേണം വീട് വെക്കാനായിട്ട്. രണ്ടാമത്, ആ പ്ലോട്ടിൽ ആവശ്യത്തിനുള്ള വഴി വേണം, വെള്ളത്തിനുള്ള സോഴ്സ് ഉണ്ടായിരിക്കണം, കറണ്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട് വെക്കാനായിട്ടുള്ള പ്ലാനിങ് ചെയ്യാം. ഇനിയും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റാണ്. നമുക്ക് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അതുപോലെ ആ പ്ലോട്ട് ഒരു ഏകദേശം ഒരു ലെവലായിരിക്കണം. അതിനകത്ത് വേറെ പഴയ വീടുകളോ അല്ലെങ്കിൽ മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പ്ലോട്ട് ലെവലാക്കിയാൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ ഇറക്കേണ്ടതായിട്ടുണ്ട്. ഇനി പണി സാധനങ്ങൾ കൊണ്ടുവന്ന് വീട് പണി തുടങ്ങണമെങ്കിൽ സെറ്റ് ഔട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ആ പ്ലാൻ അനുസരിച്ച് വീട് പണി തുടങ്ങണമെങ്കിൽ എല്ലാം ക്ലിയർ ആക്കി ലെവലാക്കിയാൽ മാത്രമേ തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കിയാലാണ് വീട് പണി തുടങ്ങാനായിട്ട് പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, പലരും ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ കമൻ്റായിട്ട് ചോദിച്ചാണ്, ഒരു വീട് വെക്കുന്നതിന് ഒരു എഞ്ചിനീയറുടെ സഹായം വേണോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ മാത്രം മതിയോ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയർ ആവശ്യമാണ്. അവർ പ്ലാൻ വരച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് പെർമിറ്റ് കിട്ടുകയുള്ളൂ. അല്ല നമുക്ക് നേരിട്ട് പോയി പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്താലോ ഒന്നും പെർമിറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ എന്തൊക്കെ പേപ്പറുകൾ വേണമെന്നൊക്കെ നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പേപ്പറുകളൊക്കെ സഹിതം പ്ലാൻ വരച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് പെർമിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനൊരു എഞ്ചിനീയർ സഹായമാണ്. പിന്നീട് നമുക്ക് ആ വീട് പണി ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ സഹായം ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഈ പ്ലാൻ നോക്കി പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ആ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന അളവുകൾ പ്രകാരമാണോ ചെയ്യുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണോ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്കൊരു എഞ്ചിനീയർ സഹായം തേടാം. ഇനി ഒരു കോൺട്രാക്ടർ കൊടുക്കുകയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ എഞ്ചിനീയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരതനുസരിച്ച് ചെയ്യുമായിരിക്കാം. പക്ഷെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒരു ട്രസ്റ്റായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറെ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കതിനുള്ള ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ചെറിയ വീടുകളോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിനുള്ള സാമ്പത്തികം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിമിതമായ അറിവുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തു നിന്ന് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ടോ ഒക്കെ നമുക്ക് വീട് നിർമ്മാണം നടത്താം. ഇനി അടുത്ത പലരും ചോദിക്കുന്നതാണ്, ഒരു വീട് വെക്കാനായിട്ട് പോകുമ്പോൾ ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നത് എങ്ങനെയാണ്, എഗ്രിമെൻറ്റ് വെക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് മിനിമം ഒരു 200 രൂപ പത്രത്തിലെങ്കിലും നമുക്ക് എഗ്രിമെൻറ്റ് തയ്യാറാക്കി അതിന് ശേഷം മാത്രമേ വീട് പണി തുടങ്ങാവൂ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പലരും അങ്ങനെ അല്ലാതൊക്കെ തുടങ്ങിയിട്ട് പിന്നീട് തർക്കങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പാതുവഴിക്ക് നിന്ന് പോകുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ലേബർ കോൺട്രാക്ടർ ആണെങ്കിലും ഇനി അതല്ല മെറ്റീരിയലടക്കം മൊത്തത്തിലുള്ള കോൺട്രാക്ട് വർക്ക് ആണെങ്കിലും നമുക്കൊരു എഗ്രിമെൻറ്റ് വെക്കണം. എഗ്രിമെൻറ്റ് എങ്ങനെയാണ് വെക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇനി അടുത്തൊരു കാര്യമാണ് റേറ്റിനെ പറ്റി. പലർക്കും അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു റേറ്റ് തീരുമാനിക്കുന്നത് ഒരു വീടിന്. എല്ലാ വീടുകൾക്കും നമ്മളിപ്പോൾ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, പല റേറ്റുകളാണ് പലരും പറയുന്നത്. എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ റേറ്റുകൾ മാറി മാറി വരുന്നത്? എല്ലാം ഒരേ റേറ്റിൽ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയൊക്കെ സംശയങ്ങൾ വരാറുണ്ട്. പലരും ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യും, നിങ്ങളൊരു വീട് വെക്കണമെങ്കിൽ എത്ര റേറ്റിലാണ് ചെയ്യുന്നത്, ഇനിയും മറ്റുള്ളിടത്തൊക്കെ ചെയ്യുന്നത് ഇന്ന റേറ്റിലാണ്, അതേ റേറ്റിൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഒരു പ്ലാനിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഏരിയ, ആ വീടിൻ്റെ പ്ലാന്, അതിൻ്റെ വരുന്ന വർക്കുകൾ ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. രണ്ടാമത് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 3500-4000 രൂപ വിലയുള്ള ക്ലോസറ്റ് തൊട്ട് 10,000-20,000 രൂപ വരെയുള്ള ക്ലോസറ്റുകളുണ്ട്, ഡൈവേറ്ററുകളുണ്ട്, വോൾ മിക്സറുകളുണ്ട്. ഇനിയും അതിനകത്ത് വരുന്ന ടൈൽസ്, വില കൂടിയ ടൈൽസ് ഉണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ അറിഞ്ഞാണ്. അപ്പോൾ നമ്മൾ പലയിടത്തും കേൾക്കുന്നത് വെച്ചിട്ട് നമുക്കൊരിക്കലും ഒരു റേറ്റ് പറയാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ആ വർക്ക് എടുക്കാൻ പോകുന്ന കോൺട്രാക്ടറോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന കാര്യങ്ങളിലുള്ള നമുക്ക് വേണ്ടത്, ഇന്ന മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ. അങ്ങനെ 1-2 പേരോട് നമുക്ക് ചോദിച്ചതിന് ശേഷമായിരിക്കണം നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാൻ. ഒരിക്കലും അവർ പറയുന്ന റേറ്റ് വെച്ചിട്ട് നമുക്ക് വർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ പറയുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽസ് വെച്ച് ഇങ്ങനെ വർക്കുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ ആ റേറ്റ് തീരുമാനിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ശരിയായ രീതി. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന് നമുക്ക് പല മെത്തേഡുകളുണ്ട്. പലരും ചോദിക്കുന്നതാണ് ഏത് രീതിയിൽ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത്.
നമുക്ക് ഡയറക്റ്റ് ലേബർ കോൺട്രാക്റ്റായിട്ട് ചെയ്യിക്കാം. നമുക്ക് മെറ്റീരിയൽസ് എടുത്ത് കൊടുത്തിട്ട് ലേബർ ചെയ്യിക്കാം. പിന്നെ ഉള്ളത് വിത്ത് മെറ്റീരിയൽ അടക്കം മൊത്തത്തിൽ കോൺട്രാക്ട് വർക്ക് കൊടുക്കാം. എല്ലാ വർക്കുകളും അടക്കം, ഇൻറ്റീരിയർ അടക്കം എല്ലാം കൊണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം അടക്കം നമുക്ക് കോൺട്രാക്ട് കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് ലേബറെ ഡയറക്റ്റ് വെച്ച് തച്ചിന് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. ഒരു ദിവസം മേസൺ ഒരു ഹെൽപ്പറെ വെച്ചിട്ട് അവരുടെ ലേബർ കൊടുത്തോണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷട്ടറിങ് മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ അതൊക്കെ റെൻറ്റിന് എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവരുടെ ടൂൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ 2-3 തരത്തിലാണ് സാധാരണയായിട്ട് നമ്മൾ വീട് നിർമ്മാണം നടത്താറുള്ളത്. അപ്പോൾ ഏതാണ് നമുക്ക് അനുയോജ്യം, നമ്മൾ സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ നമുക്കത് ചെയ്യിപ്പിക്കാൻ ഏതാണ് നല്ലതെന്നുള്ളത് നോക്കി ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സാധനം ഇറക്കി ലേബറിൽ കൊടുക്കുന്നതാണ് നമുക്ക് നോക്കുമ്പോൾ പേഴ്സണലി ലാഭകരമായിട്ട് വരുന്നതെങ്കിലും, നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, ആളില്ല, സ്ഥലത്തില്ല, നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്ടറായിട്ടും വർക്ക് വേണേൽ കൊടുക്കാം. പിന്നെ പലരും ചോദിക്കുന്നതാണ്, നമ്മളൊരു വീട് വെക്കുന്നതാണോ അല്ലെങ്കിൽ വാങ്ങുന്നതാണോ. പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അതും കമൻ്റായിട്ട് മെസ്സേജും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് വീട് വെച്ചാൽ എങ്ങനെയാണ്, ഒരുപാട് എക്സ്പെൻസ് ആവുമോ, ഇനി നമുക്ക് വാങ്ങിച്ചാൽ അത് ലാഭകരമാണോ. അത് ഓരോരുത്തരുടെ പല അഭിപ്രായമാണ്. നമുക്കിപ്പം വാസ്തു നോക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ നോക്കുന്നവർ, നമുക്ക് വാങ്ങുന്ന വീടുകളിൽ പല കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് പറയുന്ന രീതിയിലുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവിടെ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ 3 ബെഡ്റൂം വേണമെന്ന് പറയും, പക്ഷേ 3 ബെഡ്റൂം വരുമ്പം അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തായിരിക്കണമെന്നില്ല. ഇനി ലൊക്കേഷനും റോഡും വഴിയൊക്കെ റെഡിയായി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ക്വയർ ഫീറ്റുള്ള വീടായിരിക്കത്തില്ല, ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന എലിവേഷൻ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒത്തു വരണം എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീടാണെങ്കിൽ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്ലോട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ വരയ്ക്കാം. ആ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റും നമ്മൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസും അനുസരിച്ച് നമുക്ക് വീട് വെക്കാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി താമസം, ഇപ്പോൾ റെഡി ടു ഓക്യുപ്പൈ എന്ന് പറഞ്ഞ് നമ്മൾ താമസത്തിന് റെഡിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാതെ വേറെ തരവില്ല, നമുക്ക് വാങ്ങിച്ച് തന്നെ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 5-6 മാസം അല്ലെ ഒരു 10 മാസം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വസ്തു മേടിച്ച് വീട് വെക്കാനായിട്ട് വരും. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാണ്, നമുക്ക് പെട്ടെന്നൊരു വീട് വേണം, എവിടെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുമോ. അപ്പം നമുക്ക് കിട്ടും. നമുക്കിപ്പം പലയിടത്തും സെയിലായിട്ട് വില്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വീടുകളായിട്ട് ഉള്ളതുണ്ട്. പക്ഷെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷേങ്കിൽ ഈ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം നമുക്ക് അതിനകത്ത് കിട്ടുമോ എന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റില്ല. കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് വാങ്ങുന്നത് ഒരു പക്ഷേങ്കിൽ ഒരു ബിൽഡറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ അവരുടെ ലാഭവും അതിൻ്റെ ബാക്കിയുള്ള ഈ ലാൻഡിൻ്റെ വാല്യൂ ഒക്കെ അനുസരിച്ചാണ് അതിൻ്റെ വില വരുന്നത്. ഇപ്പം നമുക്ക് ലാൻഡ് മേടിക്കണമെങ്കിൽ ഒരു റോഡ് സൈഡിൽ വാങ്ങുന്നതും ഒരേ ലൊക്കേഷൻ ആണെങ്കിൽ പോലും റോഡിൻ്റെ ഫ്രണ്ടേജ് അല്ലെങ്കിൽ സ്കൂള്, മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ആശ്രയിച്ചാണ് ലാൻഡിൻ്റെ വില വ്യത്യാസം വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറിയോ അല്ലെങ്കിൽ വണ്ടി കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമൊക്കെയാണ് വില കുറവായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ റോഡ് സൈഡിലേക്ക് വരുമ്പോൾ വില കൂടുതലായിരിക്കും. അത് കേരളത്തിൽ എല്ലായിടത്തും പല റേറ്റും പല കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് ലാൻഡ് മേടിച്ച് നമുക്ക് വീട് വെക്കാം. അതിനനുസരിച്ച് വില വ്യത്യാസം വരും. നമുക്കൊരിക്കലും ഏതാണ് ലാഭകരമെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു പ്ലാൻ എവിടെന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്ലാൻ അയച്ചു തന്നിട്ട് ഈ പ്ലാൻ വെച്ചിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് പറയാമോ, നമുക്കത് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ പ്ലോട്ടിൽ അത് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ 5 സെൻറ്റോ അല്ലെങ്കിൽ 6 സെൻറ്റോ ഒക്കെ ഉള്ള ചെറിയ പ്ലോട്ടുകളാണെങ്കിൽ ഒരുപക്ഷെ തരുന്ന പ്ലാന് നമുക്ക് അവിടെ ആപ്റ്റ് ആകണമെന്നില്ല. കാരണം നമുക്ക് അതിരിൽ നിന്നുള്ള അകലം വിടണം, റോഡ് എവിടെയാണ്. ഇപ്പം തരുന്ന പ്ലാനിനകത്ത് ഫ്രണ്ടേജ് വരുന്നിടത്തായിരിക്കില്ല നമ്മുടെ ആക്ച്വൽ പ്ലോട്ടിലെ റോഡ് വരുന്നത്. ഇനിയും വാസ്തു നോക്കുന്നവരൊക്കെ ആണെങ്കിൽ എങ്ങോട്ടാണ് ദർശനം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതനുസരിച്ചായിരിക്കും പ്ലാൻ നമുക്ക് വരയ്ക്കേണ്ടത്. എപ്പോഴും നമുക്ക് നമ്മുടെ പ്ലോട്ട് കണ്ടിട്ട് ആ പ്ലോട്ടിൻ്റെ അളവനുസരിച്ച് നമുക്കൊരു പ്ലാൻ വരച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്, ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ചില കാര്യത്തിൽ ഒരുപക്ഷെ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റുമായിരിക്കും, പല കാര്യം എങ്കിലും ഒരു 90% നമുക്ക് കോപ്പി ചെയ്താൽ അത് ശരിയാകണമെന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ എലിവേഷനിൽ വരുന്ന ഒരു ഡിസൈൻ വർക്കോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ മൊത്തത്തിൽ നമുക്ക് അതേപോലെ കോപ്പി ചെയ്യാൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്നല്ല, അത് ചെയ്തെടുത്താൽ അതത്ര ഭംഗിയാകണമെന്നില്ല. നമ്മുടെ പ്ലോട്ടിനനുസരിച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. ഇനി അതുപോലെ പലരും ചോദിക്കുന്ന കാര്യമാണ്, എത്ര സെൻറ്റ് പ്ലോട്ട് വേണം നമുക്ക് മിനിമം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ. നമുക്ക് 2 സെൻറ്റേ ഉള്ളൂ അല്ലെങ്കിൽ 3 സെൻറ്റേ ഉള്ളൂ, അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അങ്ങനെ ചെറിയ പ്ലോട്ടുകളിലൊക്കെ വീട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് എത്ര സെൻറ്റിലാണെങ്കിലും നമുക്ക് വീട് വെക്കാം. ഇപ്പോൾ 1 സെൻറ്റ് ആണെങ്കിലും 2 സെൻറ്റ് ആണെങ്കിലും 3 സെൻറ്റ് ആണെങ്കിലും 10 സെൻറ്റ് ആണെങ്കിലും നമുക്ക് അതിനകത്ത് വീട് വെക്കാം. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ട റൂളുകളുണ്ട്. ഇപ്പോൾ 3 സെൻറ്റ് താഴെയുള്ള പ്ലോട്ടുകളാണെങ്കിൽ അതിനൊരു ബിൽഡിംഗ് റൂളുണ്ട്, 3 സെൻറ്റ് മുകളിലാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ റൂൾ അനുസരിച്ച് നമുക്ക് പ്ലാൻ വരയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിൻ്റെ അനുസരിച്ച് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അപ്പം അതിൻ്റെ ഹൈറ്റ് എത്ര ഹൈറ്റ് വരെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക്
പ്ലാൻ വരച്ച് വീട് വെക്കാനായിട്ട് പറ്റും. ഒന്നാമത് നമ്മുടെ പ്ലോട്ടിനെ പറ്റി ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. വഴി സൗകര്യം, ആദ്യം പറഞ്ഞതുപോലെ കറണ്ട് കണക്ഷന്, ഇനിയും അതേപോലെ വെള്ളത്തിനുള്ള സോഴ്സ്, വാഹനം വരാനുള്ള സാധ്യത, പിന്നെ നമ്മുടെ ബഡ്ജറ്റ്, ഏറ്റവും പ്രധാനം ബഡ്ജറ്റാണ്. പിന്നെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, ആ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ, അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ വരച്ചിട്ട് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വരും. അപ്പോൾ പ്ലാൻ കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു പൂർണ്ണത നമുക്കറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. ബഡ്ജറ്റിനകത്ത് സാധന മെറ്റീരിയൽസിൻ്റെ വില വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളും കൂടെ അനുസരിച്ച് അറിഞ്ഞ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ വീട് നിർമ്മാണത്തിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പൊതുവായിട്ട് നമുക്ക് വന്ന കുറച്ച് സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.